മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നമുക്കറിയാവുന്ന പോലെ രാജ്യത്തെമ്പാടും വലിയ ഹിറ്റാണ്. വളരെ വേഗത്തിൽ 100 കോടി ക്ലബ്ബിൽ കടക്കുന്ന സിനിമയായിട്ട് മാറി. കാരണം ഒരു സർവൈവൽ ഡ്രാമ അല്ലെങ്കിൽ ത്രില്ലറാണ് ആ സിനിമ. അപ്പോൾ കേരളത്തിൽ തന്നെ അപ്പോൾ അതിൻ്റെ കഥയൊന്നും പറഞ്ഞ കാര്യമില്ല, അത്രയും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കൊടൈക്കനാലിൽ പോയ ചെറുപ്പക്കാരിൽ ഒരാൾ ഒരു ഗർത്തത്തിൽ വീണ് പോവുകയും അയാളെ രക്ഷപ്പെടുത്തുന്നതാണ് കഥ. അപ്പോൾ അവരുടെ ഒരു യുവാക്കളുടെ സൗഹൃദത്തിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ആ സിനിമയുടെ ഒരു പാർട്ട് കാണിക്കുന്നത്. കാരണം ഒരുമിച്ച് യാത്ര പോകുന്നു, മദ്യപിക്കുന്നു, അതിൻ്റെ ഒരു ആഘോഷം, ബഹളം, ഒടുക്കം ഒരാളൊരു ദുരന്തത്തിൽപ്പെടുന്നു, പിന്നെ അവരതിനെ ഐതിഹാസികമായ ഒരു രക്ഷപ്പെടൽ. അപ്പോൾ രാജ്യത്തെല്ലായിടത്തും അതിനെക്കുറിച്ച് ഒരുപാട് പുകഴ്വാചകങ്ങൾ വരുന്നു. ജയമോഹൻ എന്ന് പറയുന്ന എഴുത്തുകാരന് പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ സിനിമയുടെ വേറൊരു വശം ഈ മലയാളികളുടെ ഒരു മോശം സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണിത്. കള്ളു കുടിക്കുക, വഴിയെല്ലാം ഛർദ്ദിച്ചു വയ്ക്കുക, കുപ്പികൾ എറിഞ്ഞ് പൊട്ടിക്കുക, അത് ആനകളുടെയും വന്യജീവികളുടെയൊക്കെ കാലിൽ തറയ്ക്കുക, അങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ഇവർ, മലയാളി പെറുക്കികളെന്നാണ് അദ്ദേഹം കടുത്ത വാചകത്തിലൂടെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് കുറേ അധികം ആളുകൾ സിനിമയിൽ നിന്നും അല്ലാതൊക്കെ രംഗത്ത് വരുന്നുമുണ്ട്. അപ്പോൾ മലയാളികളുടെ ഒരു ടൂറിസം കൾച്ചറിനെയൊക്കെ അദ്ദേഹം വിമർശിക്കുകയാണ്. ജയമോഹൻ നമുക്കറിയാവുന്ന ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സംഘപരിവാർ മനസ്സ് വെച്ചുകൊണ്ട് കേരളത്തെ മലയാളികളെ കാണുന്നു എന്ന് ആണ് അദ്ദേഹത്തിനെതിരായിട്ട് വരുന്ന പ്രധാനപ്പെട്ട പ്രതിരോധ വിമർശനം. ഇപ്പോൾ സംവിധായകൻ ചിദംബരത്തിൻ്റെ പിതാവൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അജിംസിന് എന്താണ് തോന്നുന്നത്? ജയമോഹൻ ഇത്ര കടുത്ത ഭാഷയിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു വൈകാരിക ആവേശത്തോടെ മലയാളികളെ വിമർശിക്കുകയാണ്. കുടികാരപ്പുറുക്കി, കുടിയന്മാരായ എന്തായാലും മലയാളം എനിക്കറിയില്ല, കുടികാരപ്പുറുക്കികളിൻ കൂത്താട്ടം. ഈ പാണ്ടിപ്പട സിനിമയിൽ പറഞ്ഞല്ലോ, എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ പേശാതട പൊറുക്കി. നല്ല പേര്. എനിക്കത് ഈ കുടികാരപ്പുറുക്കിന്ന് തെറി കേൾക്കാൻ പോലും തമിഴിൽ നല്ല രസമാണ് അല്ലേ? അല്ല, ഒരു പ്രാസമുള്ള നല്ല ഭാഷയാണ്. അതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ഈ ജയമോഹൻ്റെ ഒരു വംശീയമായ വെറുപ്പാണ് ആ സംസാരത്തിലുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളി പയ്യന്മാർ ടൂർ പോകുന്നുണ്ട്. ഒരുപക്ഷെ തമിഴ്നാട്ടുകാർ കേരളത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ മലയാളികൾ തമിഴ്നാട്ടിലും കർണാടകയിലും ടൂർ പോകുന്നുണ്ട്. പോകുന്ന ടൂറിസ്റ്റുകൾ മദ്യപിക്കാറുണ്ട്, അവർ കുപ്പി വലിച്ചെറിയാറുണ്ട്, വലിച്ചെറിയാത്തവരുണ്ട്, വലിച്ചെറിയുന്ന ആളുകളുണ്ട്, വലിച്ചെറിയാത്ത ആളുകളുണ്ട്. പക്ഷേ ഈ കുടിക്കാത്തവരുണ്ട്, മദ്യം തൊടാതെ ടൂർ പോകുന്ന ഫാമിലിയായിട്ട് ടൂർ പോകുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കൂടുതൽ ടൂറിസ്റ്റ് പോകുന്ന കേരളത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ടൂർ പോകുന്നതല്ല പ്രശ്നം. ജയമോഹൻ്റെ പ്രശ്നം ടൂർ പോകുന്നതല്ല, മദ്യപിക്കുന്നതല്ല പ്രശ്നം, മദ്യപിച്ച് ഛർദ്ദിക്കുന്നതല്ല പ്രശ്നം അയാൾക്ക് ഏതോ തരത്തിൽ മലയാളികളോടുള്ള വംശീയമായ വെറുപ്പാണ്. അതെന്താണെന്ന് അറിയാം. അയാൾ മലയാളിയാണ്. അയാൾ കന്യാകുമാരിയിൽ നാഗർകോവിലിൽ ജനിച്ച മലയാളത്തിൽ എഴുതുന്ന ആളാണ്. ഒഴിമുറി എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് അദ്ദേഹമാണ്. 100 സിംഹാസനങ്ങൾ ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്കാൾ കേരളത്തിലായിരിക്കും പ്രശസ്തമായിട്ടുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലൈൻ പരിശോധിക്കണം. താനൊരു RSSകാരനായിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. RSSകാരനായിരുന്നു അദ്ദേഹം കോളേജ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ കന്യാകുമാരി ജില്ലയാണ് അദ്ദേഹത്തിൻ്റെത്. കന്യാകുമാരി നമുക്കറിയാം RSSൻ്റെ ഒരു ഹോട്ട് ബെഡാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു അഭിമുഖത്തിൽ ജയമോഹൻ പറയുന്നുണ്ട്, ഞാൻ തുടക്കത്തിൽ അതിലുണ്ടായിരുന്നു, കോളേജിൻ്റെ ഫസ്റ്റ് ഇയറിലൊക്കെ സമയത്താണ് ഞാൻ RSSൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് വലിയ പ്രശ്നമായിരുന്നു കന്യാകുമാരിയിൽ. ഒന്ന് അറിയണം നിങ്ങൾ, കന്യാകുമാരി ഒരു ക്രിസ്ത്യൻ മജോറിറ്റി ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻസൊക്കെ ഭയങ്കര വയലൻ്റ് ആയിരുന്നു. ഞങ്ങൾ കത്തി എളിയിൽ വെച്ചിട്ടാണ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. അത്രമാത്രം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പള്ളിയുടെ മുമ്പിൽ വന്ന് ഇറങ്ങി വാടാന്ന് പറഞ്ഞ് അട്ടഹസിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നില്ല, അയാൾ എവിടെയോ പോയി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം കൊടുക്കുന്ന അഭിമുഖത്തിൽ. അതായത് അതിനൊരു അഭിമാനപൂർവ്വം കാണിക്കുകയാണ്, അത് ഞാൻ RSSൽ പ്രവർത്തിച്ച വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ. ഇദ്ദേഹം പിന്നീട് എഴുത്തുകാരനായി അദ്ദേഹം ഒരു 2000 ആണ്ടിനൊക്കെ ശേഷമാണ് അദ്ദേഹം കുറേ കൂടി പ്രശസ്തനാവുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ പ്രശസ്തനാവുന്നതിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലൈൻ DMKയുമായി ഏറ്റുമുട്ടുന്നതാണ്. DMKയുമായി ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ DMK മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ ഏറ്റുമുട്ടുക എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹം പരസ്യമായി എത്രത്തോളം പറയുന്നുണ്ട് ഇല്ല എന്നുള്ളതല്ല. DMKയുമായി അദ്ദേഹം നിരന്തരം കലഹത്തിലാണ്. ആ കലഹം ഇപ്പോൾ അവസാനം അദ്ദേഹം ഒരു കടയിൽ പോയിട്ട് ഇഡ്ഡലി മാവ് വാങ്ങിച്ചു. ഇഡ്ഡലി മാവ് പുളിച്ചു പോയി എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആ സ്ത്രീ ആയിരുന്നുണ്ടായിരുന്നത്, കടയുടെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് ഇയാളുടെ വീട്ടിലെത്തി ഇയാളെ ചീത്ത വിളിച്ചു എന്നൊരു കേസുണ്ട്. അപ്പോൾ ആ കേസിൽ പോലും അയാൾ DMKക്കാരനാണെന്ന് ഇയാളെ ആക്ഷേപിക്കുകയും പോലീസ് ആ രീതിയിൽ കേസെടുക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം DMKയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ജയമോഹൻ. അപ്പോൾ ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ അതാണ് കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. അത് എന്താണ്, ഒരു നായാടി സമുദായത്തിൽപ്പെട്ട ഒരാൾ IASകാരനാവുമ്പോഴും അദ്ദേഹം അതിനു മുമ്പും അതിന് ശേഷവും അനുഭവിച്ച ജാതീയമായ വിവേചനങ്ങളെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, ജാതിയെക്കുറിച്ച് വളരെ വിശദമായി ഹൃദയസ്പൃക്കായി വിവരിക്കുന്ന ഒരു നോവലാണ്. ആ നോവലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ആ നോവൽ അദ്ദേഹത്തിൻ്റെ ഭാവനാ സൃഷ്ടിയല്ല. ഒരു IASകാരൻ അയാളുടെ സ്വന്തം കഥ അയാളോട് പറഞ്ഞ് അദ്ദേഹം മനോഹരമായ ഭാഷയിൽ എഴുതിയതാണ്.
അപ്പോൾ ഇങ്ങനെ എഴുതപ്പെട്ട വേറെ നോവലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആടുജീവിതം. ആടുജീവിതം എഴുതുന്ന ബെന്യാമിൻ്റെ ഭാവനയിൽ നിന്നുണ്ടായതല്ലോ അത്. ഒരാളുടെ കഥ അയാൾ പറഞ്ഞു കൊടുത്ത് അയാൾ നല്ല ഭാഷയിൽ എഴുതി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ എഴുതുന്ന ആളുകൾ എത്രമാത്രം ആ അനുഭവങ്ങളോട് താതാത്മ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ 100 സിംഹാസനങ്ങളിലെ നായകൻ്റെ അനുഭവങ്ങളോട് ഹൃദയം കൊണ്ട് താതാത്മ്യപ്പെട്ടിട്ടാണോ ആ നോവൽ എഴുതുന്ന ചോദ്യമുണ്ട്. ഈ 100 സിംഹാസനങ്ങളെ വംശവെറിയാണ് ആ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്ന ദളിത് എഴുത്തുകാരുണ്ട്. അത് വംശവെറിയാണ്, അത് ജയമോഹൻ്റെ വംശവെറിയാണ് ആ നോവൽ. ഒരു മറുവശത്ത് ജാതിക്കെതിരെയുള്ള വലിയ കൊണ്ടാടപ്പെട്ട ഒരു കൃതിയായി വാഴ്ത്തപ്പെടുമ്പോൾ പോലും അത് വംശവെറിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നവരുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മ്യൂസിയം വൽക്കരണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആഷിഖ് കപൂറിൻ്റെ സിനിമയാണ് സാൾട്ട് ആൻഡ് പെപ്പർ. സാൾട്ട് ആൻഡ് പെപ്പറിലെ ലാലിൻ്റെ കഥാപാത്രം വലിയ ഭക്ഷണപ്രിയനായ ഒരാളാണ്. അയാളൊരു ആദിവാസിയെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. ആദിവാസി ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ആദിവാസി മൂപ്പനെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തുകയാണ്. ഒന്നുമില്ല, വെറുതെ അയാൾ ഇരിക്കുക, അയാൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ആസിഫ് അലി കയറി മൂപ്പോ എന്നൊക്കെ വിളിക്കുക. ആ സീൻ ഓർമ്മയുണ്ടല്ലോ. അതെന്തിനാണ് ആ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത്? ആ ക്യാരക്ടർ എന്താണ്, മ്യൂസിയം വൽക്കരിക്കുകയാണ്. ഒരു ആദിവാസി കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ഇപ്പം നമ്മൾ സൂവിൽ പോകുന്നത് എന്തിനാണ്? മൃഗങ്ങളെ കാണാൻ. മൃഗങ്ങളെ കാണുന്നത് മൃഗങ്ങൾ നമ്മളെക്കാൾ ഉത്കൃഷ്ടരായ, നമ്മളെക്കാൾ മുകൾത്തട്ടിലുള്ള എന്തോ ഒരു ജീവിവർഗമായിട്ടല്ലോ കാണുന്നത്. നമ്മൾ അവരെ കാണുന്ന അവരുടെ ക്രൗര്യം, അവരുടെ ദൈന്യത, അവരെ കൂട്ടിലിട്ട് അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഈ സിനിമയിൽ ഇയാളൊരു ആൻറ്റിക് ലവറാണ്. മറ്റൊരു കാര്യം, ഇത് തന്നെയാണ് ഈ ജയമോഹൻ ചെയ്യുന്നത്. ജയമോഹൻ എന്താ ചെയ്യുന്നത്, നമുക്ക് ഈ നായാടി എന്ന് പറയുന്ന വിഭാഗം, അവർ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്, തിരുവിതാംകൂറിൽ പ്രത്യേകമായി കാണപ്പെട്ടവരാണ്. അവരുടെ ദൈന്യത മുമ്പിലേക്ക് വെച്ച് നമ്മളെ ആ ഇമോഷൻ ഉണ്ടാക്കുകയാണ്. അവരെ നമ്മൾ ഈ എന്താണ് മ്യൂസിയത്തിൽ പോയി നമ്മൾ മൃഗങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ ദൈന്യത ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥ എഴുതി. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ മറ്റു കഥകളൊന്നും ഈ ജാതിക്കെതിരോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അത് തന്നെ വംശവെറിയുടെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമുള്ളയാൾ, അങ്ങനെയുള്ള രാഷ്ട്രീയമുള്ളയാൾക്ക് മലയാളികളോട് ഒരു വശത്ത് ദേഷ്യമുണ്ട്, മറുവശത്ത് എന്താണ് പ്രശ്നം? മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ കേരളത്തേക്കാൾ കൂടുതൽ കളക്ട് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ തമിഴ്നാട്ടിലായിരിക്കും. അതിൻ്റെ കാരണം ഒന്ന്, അത് പകുതിയോളം തമിഴ് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഗുണാക്കേവുണ്ട്, കൊടൈക്കനാലുണ്ട്. അത് തമിഴ്നാട്ടിലെ തിയേറ്ററിൽ ഏറ്റെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഇദ്ദേഹം ഓൾറെഡി ഒരു സിനിമാക്കാരനാണ്. അദ്ദേഹം തമിഴിൽ അങ്ങാടിത്തെരുവൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത അദ്ദേഹമാണ്. അപ്പോൾ മലയാളികൾ വന്ന് ഇവിടം കൂടി അവർ ഭരിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദു പത്രത്തിന് ഏത് സമയവും മലയാളം പത്രങ്ങളെ പോഴത്തിലാണ് പണി. അവിടുന്ന് ഏത് കച്ചറ സിനിമയാണെങ്കിലും പടങ്ങളെ മലയാളം സിനിമകൾ ഏത് പൊട്ടപ്പടമാണെങ്കിലും അതൊക്കെ ക്ലാസിക്കാണെന്ന് വിശദീകരിക്കുകയാണ്. ഇവിടുത്തെ പൊട്ട ബുദ്ധിജീവികൾ അതൊക്കെ എങ്ങനെ ഏറ്റെടുക്കുകയാണ്. പ്രശ്നം അതാണ്. കേരളത്തോടുള്ള ഒരു തരം അസഹിഷ്ണുതയാണ് അത് കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുമായി യോജിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൗസേൻ എന്താണ് തോന്നുന്നത് ഈ സിനിമ വിമർശനം കേൾക്കുമ്പോൾ? അല്ല, അതിൽ ഈ ഇദ്ദേഹത്തിന് എന്തിനാ ഇപ്പോൾ കേരളത്തോട് ഇത്ര വിമർശനം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ ഈറ പിടിച്ച് എഴുതിയിരിക്കുകയാണ്. സകലയിടത്തും വെള്ളമടിച്ച് ഛർദ്ദിച്ച് എന്നൊക്കെ വിവരിക്കുമ്പോഴുള്ളവരുണ്ടല്ലോ. അതിന് അദ്ദേഹത്തെ മലയാളികൾ ഏറ്റെടുത്ത എഴുത്തുകാരൻ കൂടെയല്ലേ അദ്ദേഹം. ഇപ്പോൾ 100 സിംഹാസനങ്ങൾ മലയാളത്തിൽ എന്തോരം വായിക്കപ്പെട്ടുള്ള കൃതിയാണ്. ഭാഷാഭൂഷണിയിൽ അദ്ദേഹത്തിൻ്റെ എന്തോരം എഴുത്തുകൾ വന്നിട്ട് മാധ്യമം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് വായിക്കപ്പെട്ടു. ഞാനൊക്കെ വിടാതെ വായിച്ചിരുന്നൊരു കോളമായിരുന്നു. ഗംഭീരമായ എഴുത്താണ്. അപ്പോൾ അങ്ങനെ മലയാളികൾ ആദരിച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഇമാതിരി എഴുത്തെഴുതിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് പിന്നെ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അതിന് കാരണം എന്ന് അജിംസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന മലയാളികളും തമിഴരും നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂപപ്പെട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഐക്യദാർഢ്യ മനസ്സുണ്ടല്ലോ. പ്രത്യേകിച്ച് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിന് കേരളത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത, അപ്പുറത്ത് സിദ്ധരാമയ്യ എടുക്കുന്ന പൊസിഷൻസ്, അതിന് ലഭിക്കുന്ന സ്വീകാര്യത, ഇങ്ങനെയുള്ള മൊത്തത്തിൽ ഈ ദ്രാവിഡ കൾച്ചർ എന്ന് പറയാവുന്നൊരു സംഗതി വേറെ നിലക്ക് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങാണ്ട് കണ്ടിട്ടുള്ള ഒരു അസ്ക്യതയാണോ അതും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ചേർന്നായിരിക്കാം. ചിലപ്പോൾ ഞാൻ മുമ്പ് ഒരു ഔട്ട് ഓഫ് ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ 3 പയ്യന്മാർ ബൈക്കിൽ പോകുമ്പോൾ നമുക്കതിനെ എന്താണ് അച്ചടക്കമില്ലാത്ത നിയമലംഘകരായിട്ടുള്ള തെറിച്ച കുട്ടികൾ എന്നവരെ പറയാം. അപ്പോൾ സാങ്കേതികമായി അവർ നിയമലംഘകരാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അതേസമയം തന്നെ അവരെന്താണ് 2 പേർക്ക് ഇരിക്കാവുന്നിടത്ത് 3 പേരെ ഇരുത്താൻ മാത്രം ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു കൊംറേഡിയർ എന്നൊക്കെ പറയില്ലേ. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇതിൻ്റെ സിനിമയാണ്. ചെറുപ്പക്കാർക്കിടയിലുള്ള ഈ ബോണ്ടിങ്ങെന്നോ പങ്കുവെക്കലിൻ്റെയൊക്കെ സിനിമയാണ്. അതും സമൂഹത്തിൽ താഴെത്തട്ടിലെ വളരെ സാധാരണക്കാരായ മനുഷ്യർ, അവർ ഏറ്റവും കുടുങ്ങിയ സന്ദർഭത്തിൽ പോലും മറ്റൊരുത്തിന് വേണ്ടി നീളുന്ന കൈയെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. അപ്പോൾ അത്
അതിനിടയിൽ ഇപ്പം അവർ മദ്യപിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് മദ്യപാനത്തെ നോർമലൈസ് ചെയ്യുന്നു. വേറെ കാര്യം കൂടെ ഉണ്ട്. ഈ കുറിപ്പിൽ അദ്ദേഹം ഉന്നം വെച്ചുള്ള പ്രയോഗം നടത്തുന്നുണ്ട്. ഈ കൊച്ചി കേന്ദ്രമായി ഇറങ്ങുന്ന സിനിമകളൊക്കെ ഇങ്ങനെയാണ്. ഈ പ്രയോഗം കേരളത്തിൽ ആരാണ് നടത്താറുള്ളത്? അത് ശ്രദ്ധിക്കണം. ഈ എന്താണ് മട്ടാഞ്ചേരി മാഫിയ ലഹരിയെ നോർമലൈസ് ചെയ്യുന്നു. അത് അങ്ങനെ സൂക്ഷ്മമായിട്ട് ആ ഒരു പ്രയോഗം അദ്ദേഹം നടത്തണമെങ്കിൽ എവിടുന്നോ ഒരു ആൻറ്റിനയിൽ നിന്ന് ഒരു സന്ദേശം വാരി എറിഞ്ഞു നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര നിഷ്കളങ്കമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്ത്. മലയാളത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. നമ്മുടെ IIM കോഴിക്കോടിൻ്റെ ഡയറക്ടറായിട്ടുള്ള ദേബശിഷ് ചാറ്റർജി, അദ്ദേഹം ബംഗാളിയാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ നടത്തുന്നത്. അതിൽ കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ കേരളത്തെക്കുറിച്ച് പലതരം നെഗറ്റീവായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ മലയാളികളാണ് മലയാളികളെ കുറ്റപ്പെടുത്തുന്നത്. കേരളം എന്ന് പറഞ്ഞാൽ അതൊരു വേൾഡ് ക്ലാസ് സ്റ്റേറ്റാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള കേരളത്തെക്കുറിച്ചുള്ള താരതമ്യം. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തെ താരതമ്യം ചെയ്യല്ലേ? ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സുമായിട്ട് പല നിലക്കും മീറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം. അദ്ദേഹം അത് കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയമോ സാമ്പത്തികമായ ഘടകങ്ങളെക്കുറിച്ചല്ല, പീപ്പിൾ ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര ഉന്നതമായ ഇതെന്നുള്ളതല്ല, പക്ഷേ ഇദ്ദേഹം എന്തോ ഒരു അലമ്പ് സമൂഹം, ഒരു വൃത്തികെട്ട സമൂഹം എന്ന് പറയുന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ ലഹരിയെ നോർമലൈസ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി റോട്ടിലൊക്കെ ഛർദ്ദിച്ച് നടക്കുക എന്നൊക്കെ പറയുന്ന, പക്ഷെ അതൊന്നും നല്ല കാര്യം. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയം വിമർശിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ മലയാളികൾ മൊത്തത്തിൽ ഈ ഒരു പൊറുക്കിക്കൂട്ടമാണ് എന്നൊരു എഴുത്തുകാരൻ, അത് മലയാളത്തിൽ അങ്ങേയറ്റം സ്വീകരിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ എഴുതുന്നത് എന്നെ സംബന്ധിച്ചത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്. യെസ്. ഏതായാലും മഞ്ഞുമലിനെതിരെ ജയമോഹൻ നടത്തുന്ന പരാമർശത്തിനകത്ത് ആരോഗ്യകരമായ വിമർശനത്തിൻ്റെ സത്തയല്ല, മറിച്ച് മുൻവിധിയുടെ വംശീയതയുടെ ചില സംഗതികളാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നുണ്ട്.